ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ചു നോക്കിയാലോ. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ചിറക് വിരിക്കുന്നത് പോലെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും അകറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഇതുതന്നെയാണ്. അനുദിന ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മിൽ ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത്, തോൽവികളില്ലാത്തത്? എന്നാൽ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്കതിനെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. ഇന്നത്തെ താൽക്കാലിക തിരിച്ചടികൾ നാളെ ഉത്ഥാനത്തിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ള പ്രത്യാശ നമ്മിൽ സൂക്ഷിച്ചാൽ നമ്മൾ എന്നും സന്തോഷമുള്ളവരായിരിക്കും. ഉത്ഥാനുഭവം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ഫിലിപ്പി 4:4 ഹൃദയത്തിൽ ഓർക്കുക. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എപ്പോഴും ഉണ്ടാകും. എന്നാൽ നമുക്ക് സന്തോഷമുണ്ടോ? ഉത്ഥാനത്തിൽ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ഈ ഉത്ഥാന അനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇത്. അവിടുന്ന് അത് മഗ്ദലേന മറിയത്തിന് നൽകി. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, ദിവസങ്ങളിൽ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അവിടുന്ന് അത് നമുക്ക് നൽകും. മഗ്ദലേന മറിയത്തിന് ലഭിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നല്ലോ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അനുഭവം. അവർ ഭയവിഹ്വലരായി കതകടിച്ച് ഇരിക്കെ സമാധാനം നൽകിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഈശോ കടന്നു വന്നു. തിരുമുറിവുകളിലെ ഉത്ഥാന ശോഭ കാണിച്ചു കൊടുത്ത് പീഡകൾ അതിൽ തന്നെ അവസാനിക്കുന്നവയല്ല, ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നവയാണെന്ന മഹത്വത്തിൻ്റെ സന്ദേശം നൽകുകയായിരുന്നു അവിടുന്ന്. അതുപോലെ 2 മക്കബായർ യൂദാസ് മക്കബൈസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ടോളമി തൻ്റെ ക്രൂരനായ സൈന്യാധിപൻ നിക്കാനോറിനെ ഇസ്രായേലിനെ തകർക്കാൻ അയച്ചിരിക്കുന്നു എന്നറിഞ്ഞ ഇസ്രായേൽക്കാരും യൂദാസ് മക്കബൈസിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആളുകളും ഓടി ഒളിക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഉറച്ച ബോധ്യത്തോടെ പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. യൂദാസ് ഈ ആഴമായ ദൈവാശ്രയ ബോധ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ ക്രൂര സൈന്യാധിപൻ പരാജയപ്പെട്ടു പോയി. ഇപ്രകാരം പ്രത്യാശയില്ലാതാക്കുന്ന, സന്തോഷമില്ലാതാക്കുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയും വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും വേണം. എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, തോമാസ് ലീഹയ്ക്ക്, സഭയെ പീഡിപ്പിച്ച സാവൂളിന്, ഇവർക്കെല്ലാം ലഭിച്ച ആ ഉത്ഥാനുഭവം നമുക്കും ലഭിക്കും. ആ പ്രത്യാശ ഉണ്ടായാൽ മതി. അതിനായി നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. ദിവസവും അരമണിക്കൂറെങ്കിലും വചനം വായിക്കുന്നതിനായി കണ്ടെത്തിയാൽ ആ വചനത്തിലൂടെ ഉത്ഥാനുഭവം കർത്താവ് നമുക്ക് നൽകും. എത്ര തിരക്കാണെങ്കിലും ദിവ്യബലിയിൽ ദിവസവും മുടങ്ങാതെ പങ്കെടുക്കാൻ സാധിച്ചാൽ ഉത്ഥാനുഭവം സ്വന്തമാക്കാൻ അത് മുഖാന്തിരമാകും. ജപമാല കൃത്യതയോടെ ചൊല്ലിയാൽ അതിലൂടെയും ഉത്ഥാനുഭവം ലഭ്യമാകും. അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മുന്നിലും നാം പരാജയപ്പെടുകയില്ല. എമാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുത്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞാൻ നിന്നെ കണ്ടെത്തി. വാരിപ്പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ചിറക് വിരിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ ചിറക് നമുക്കായി അവിടുന്ന് വിരിക്കും. ഈ ഉത്ഥാനുഭവം അനുദിന ജീവിതത്തിൽ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കാത്തിരിക്കുകയും ചെയ്യാം. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.